പത്മാസ് ടച്ചിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ സിനിമ ലോകത്തും മറ്റും നടക്കുന്ന പീഡനങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു അതിൻ്റെ ഒരു മനഃശാസ്ത്ര വിശദീകരണമാണ്. പക്ഷെ ആളുകളുടെ സംശയം വീണ്ടും തീരുന്നില്ല. ചില ആളുകൾ എന്നെ വ്യക്തിപരമായിട്ട് എന്നെ വിളിച്ച് ചോദിച്ചിരിക്കുന്നത്, ചില പ്രമുഖ നടന്മാർ അല്ലെങ്കിൽ കുറച്ച് ആളുകളെങ്കിലും അവരുടെ അമ്മമാരോട് വളരെയേറെ സ്നേഹവും കരുതലുമുള്ളവരാണ്, എന്നിട്ടും അവരുടെ പേര് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇതെന്തുകൊണ്ടാണ് എന്നറിയാൻ അവർക്ക് താല്പര്യമുണ്ട്. അതിൻ്റെ ഒരു മനഃശാസ്ത്ര വിശദീകരണമാണ് ഞാനിവിടെ ഈ എപ്പിസോഡിൽ ഇന്ന് തരുന്നത്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മനുഷ്യർക്ക് ബുദ്ധിയുണ്ട്, മൃഗങ്ങൾക്ക് ബുദ്ധി കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെരുമാറ്റത്തിനെയും നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ ആവശ്യത്തിനനുസൃതമായിട്ട് മാറ്റിമറിക്കാനും അത് മാനിപ്പുലേറ്റ് ചെയ്ത് അവതരിപ്പിക്കാനുമൊക്കെ പ്രകടിപ്പിക്കാനുമൊക്കെ മനുഷ്യർക്ക് കഴിയും. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചയാണെങ്കിൽ പോലും അതിൻ്റെ വാലിൽ നമ്മളൊന്ന് ചവിട്ടിയാൽ അത് തിരിച്ചു കടിക്കും. കാരണം അത് ആലോചിക്കുന്നില്ല, നാളെയും എനിക്ക് ചോറ് തരേണ്ടതാണല്ലോ. പക്ഷേ മനുഷ്യരങ്ങനെയല്ല. അവർക്ക് അവരുടെ സന്ദർഭത്തിനനുസരിച്ചും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയും പെരുമാറ്റങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ബുദ്ധി അവർക്കുണ്ട്. ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തി അവൻ്റെ അമ്മയോട് കാണിക്കുന്ന സ്നേഹം. അത് സോഷ്യൽ മീഡിയയിലോ മറ്റു മനുഷ്യരുടെ ഇടയിലോ ഇത്ര വ്യാപൃതമായി വരേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിലുള്ള അമ്മമാരോടുള്ള സ്നേഹം എത്രയോ മനുഷ്യർക്കുണ്ട്. അവരാരും ഇത്രയും അടുപ്പം എനിക്ക് അമ്മയോടുണ്ട് എന്നുള്ളതിന് ജനങ്ങളുടെ ഇടയിൽ ഒരു പബ്ലിസിറ്റി അത് ഏത് രീതിയിലാണ് കിട്ടിയതെങ്കിലും അതിന് ഇടവരുത്തുന്നില്ല. അതാണ് യഥാർത്ഥ സ്നേഹം. നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ എന്ത് ചെയ്യുന്നോ അതാണ്. ഇത്തരം പീഡനങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നത് തന്നെ അമ്മയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ, അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഒരു മകൻ്റെ സ്നേഹമാണ്, വിശ്വാസമാണ്. അതുകൊണ്ട് അമ്മയോട് സ്നേഹം വളരെയേറെ ഉള്ള ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ പ്രമുഖ നടന്മാർ ഇതിനകത്ത് ഉൾപ്പെട്ടു എന്നുള്ളത് അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ ഉള്ളിലുള്ളതെന്നും യഥാർത്ഥത്തിൽ അമ്മയുമായിട്ടുള്ള എന്ത് റിലേഷൻഷിപ്പാണ് ഉള്ളതെന്നും നമുക്ക് അറിയില്ല. അതേപോലെ ഈ അമിതമായി എന്ത് നമ്മൾ കാണിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ അത് അമിതമായി എന്തിന് കാണിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ഉന്നയിക്കണം. അതേപോലെ തന്നെയാണ് അമ്മമാരെ അവഗണിക്കുന്ന ചില നടന്മാരെ കുറിച്ചും പറഞ്ഞു. അവർ ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ അമ്മയെ അവഗണിച്ചത് കൊണ്ടുള്ള ശിക്ഷയാണ് ഇപ്പോഴീ വന്നത് എന്നുവരെ ആളുകൾ എഴുതിയിരിക്കുന്നു. അമ്മയെ അവഗണിക്കുന്നതും അമ്മയെ അമിതമായി സംരക്ഷിക്കുന്നതും ഇത് രണ്ടും ചെയ്യരുതാത്ത കാര്യങ്ങളാണ്. നമ്മൾ അമ്മയോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തികൾ മൂലം നമ്മൾ പുറമേ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അമ്മയോട് യഥാർത്ഥത്തിൽ സ്നേഹവും ബഹുമാനവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മകനും മറ്റ് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറാൻ സാധ്യമല്ല. നമ്മളൊരു അമ്മയുടെ ഇമേജ് നമ്മൾ മറ്റ് സ്ത്രീകളിൽ കാണും. നല്ല ഒരു കുടുംബത്തിൽ സഹോദരിമാരും നല്ല സ്നേഹമുള്ള അമ്മയും നല്ല ഇഴയടപ്പമുള്ള ബന്ധങ്ങളുമൊക്കെ ആയിട്ട് വളരുന്ന ഒരു ആൺകുട്ടിക്ക് ഈ രീതിയിൽ ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞതുപോലെ അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സെക്സ് ഓറിയൻറ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് എന്തും അമിതമാണെങ്കിൽ നമ്മളതിനെ ഒന്ന് ആലോചിച്ച് ഇത് ശരിയാണോ എന്ന് തീരുമാനിക്കണം. അതുപോലെ തന്നെ അമ്മയെ അവഗണിക്കുന്നു എന്നുള്ളതും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെയും അവൻ മറ്റ് സ്ത്രീകളോട് എങ്ങനെ പെരുമാറും എന്നുള്ളതിൻ്റെയും ഒരു തെളിവ് കൂടിയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതും നമ്മൾ അറിയുന്നതും നമ്മൾ കാണുന്നതും, ആരാണോ അമ്മയെ സ്നേഹിക്കുന്നത് അവർ മറ്റ് സ്ത്രീകളെയും സ്നേഹിക്കും. ആരാണോ അമ്മയെ ബഹുമാനിക്കുന്നത് അത് മറ്റ് സ്ത്രീകളെയും ആ ബഹുമാനം അവർ അതിൽപ്പെടുത്തും. ഇത് ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഒരു ആൺകുട്ടിയുടെ മനസ്സിൽ ഒരു സ്ത്രീയെ പറ്റിയുള്ള ഒരു വിചാരം അല്ലെങ്കിൽ സ്ത്രീയെ പറ്റിയുള്ള ഒരു കോൺസെപ്റ്റ് രൂപീകരിക്കുന്നത് അവൻ്റെ അമ്മയിലൂടെയാണ്. അത് മറക്കാതിരിക്കുക. താങ്ക് യു സോ മച്ച്.